വീട്ടിലെ ആവശ്യത്തിന് മാത്രമല്ല ഒരു ബിസിനസ്സായി ഉണ്ടാക്കി വിൽക്കാനും പറ്റിയ പെർഫെക്റ്റ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആർക്കും പഠിക്കാം. ഏകദേശം 1 കിലോയും 1/2 കിലോയും തൂക്കം വരുന്ന 2 പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് 250 ഗ്രാം ഉണ്ടാകും. കേക്ക് ഉണ്ടാക്കുമ്പോൾ കഴിവതും ചേരുവകൾ തൂക്കിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് 3-4 പ്രാവശ്യം ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റിവെക്കാം. ഇനി 1 കപ്പ് അതായത് 250 ഗ്രാം മർഗ്രൈൻ എടുത്ത് അതിൽ 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. മർഗ്രൈനിന് പകരം 1/2 കപ്പ് ഉപ്പില്ലാത്ത ബട്ടറും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്താലും മതിയാകും. ഇതും നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി 6 കോഴിമുട്ട മുഴുവനോടെ എടുത്ത് അതിൽ 1/4 ടീസ്പൂൺ വീതം വനില എസൻസ്, പൈനാപ്പിൾ എസൻസ്, ഓറഞ്ച് എസൻസ്, മിക്സഡ് ഫ്രൂട്ട് എസൻസ് എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്ത് മാറ്റിവെച്ച ശേഷം മർഗ്രൈനും പഞ്ചസാര പൊടിച്ചതും ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് മൊത്തത്തിൽ ഇളക്കിയിട്ട് കൊടുക്കണം. ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുത്ത ശേഷം ഇതിൽ 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ്, 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം, 1 ടേബിൾ സ്പൂൺ നിറയെ മിൽക്ക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ വനില പൗഡർ, 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ ഇടയ്ക്കിടെ മൊത്തത്തിൽ ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ. എല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം എല്ലാം നന്നായി മിക്സ് ആകുന്നതുവരെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന മൈദ ചേർക്കാം. മൈദ ചേർത്ത ശേഷം ആദ്യം സ്പാച്ചില കൊണ്ട് പൊടി പടർന്നു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യാം. ചെറുതായി മിക്സായാൽ ഇത് 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യാം. എല്ലാം നന്നായി മിക്സായ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ ചേർത്ത് കൊടുക്കാം. കേക്കിന് കൂടുതൽ നിറം വേണ്ടവർക്ക് കാരമൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 2 കപ്പ് മിക്സ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 കപ്പ് അതായത് 500 ഗ്രാം കേക്ക് മിക്സാണ് ചേർക്കുന്നത്. ചിലവ് കുറയ്ക്കാനാണെങ്കിൽ 1 കപ്പ് ചേർത്താലും മതിയാകും. കേക്ക് മിക്സ് കുറവാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കേക്ക് മിക്സും ഗരം മസാലയും തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണണേ. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. കാണാൻ ഒരു ഭംഗി കിട്ടാനും പ്ലം കേക്ക് ഒന്നുകൂടി റിച്ചാക്കാനും വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഈന്തപ്പഴം കുരുകളഞ്ഞ് ചെറുതായി മുറിച്ച് മൈദ പുരട്ടിയെടുത്തതും 50 ഗ്രാം ചെറി 2ആയി മുറിച്ച് മൈദ പുരട്ടിയെടുത്തതും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്പാച്ചുല ഉപയോഗിച്ച് ചെറുതായി മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് ചേർക്കാതെ തന്നെ കേക്കിന് നല്ല രുചിയുണ്ടാകും. ഇപ്പോൾ ചേർത്ത ഈന്തപ്പഴവും ചെറിയും ചേർക്കാതെ തന്നെ ഈ ബാറ്റർ കൊണ്ട് നമുക്ക് മൊത്തത്തിൽ 1.5 കിലോ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് 1.5 കിലോയുടെ ഒറ്റ കേക്കായോ 3/4 കിലോയുടെ 2 കേക്കായോ 1/2 കിലോ വീതമുള്ള 3 കേക്കായോ നമുക്കുണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ 1 കിലോയുടെ ഒരു കേക്കും 1/2 കിലോയുടെ ഒരു ചെറിയ കേക്കുമാണ് ഉണ്ടാക്കുന്നത്. 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കാനായി 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ സൈഡിൽ അല്പം മർഗ്രൈനോ ബട്ടറോ തേച്ച് കൊടുത്ത് മൈദ തൂക്കിയെടുക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബാറ്റർ നിറയ്ക്കാം. നമ്മളിവിടെ തയ്യാറാക്കിയതിൽ 2/3 ഭാഗം ബാറ്റർ ഇതിൽ നിറയ്ക്കുന്നുണ്ട്. ബാറ്റർ ടിന്നിൻ്റെ പകുതിയോളം മാത്രമേ നിറയ്ക്കാവൂ. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 1 മണിക്കൂർ നേരം ബേക്ക് ചെയ്തെടുക്കാം. ഇതേ ബാറ്റർ ഉപയോഗിച്ച് കുക്കറിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കി കേക്കിൻ്റെ ഉൾഭാഗം വെന്ത് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇത് ഓവനിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം. അഥവാ വേവ് കുറവാണെങ്കിൽ 10 മിനിറ്റ് നേരം കൂടി ബേക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോയുടെ ഒരു കേക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിക്കണമെങ്കിൽ കേക്ക് ഓവനിൽ വെച്ച് 20 മിനിറ്റിന് ശേഷം അത് ചെയ്യാവുന്നതാണ്. ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഉണ്ടാക്കി 2 ദിവസം കഴിയുമ്പോഴാണ് ഈ പ്ലം കേക്കിന് നല്ല രുചി കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അളവുകളെല്ലാം കൃത്യമായി പാലിച്ചാൽ ഒറിജിനൽ രുചിയിൽ അടിപൊളി പ്ലം കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.